ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അത്ഭുതമായ തലമുറകൾക്കെന്നും അവകാശം. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ വലിയൊരു യോഗ്യതയാൽ നിന്നും വിടുതൽ. യേശുവിൻ വലിയ യോഗ്യതയാൽ കരങ്ങളുയർത്തി കൈകളുയർത്തി ആമേൻ ആമേൻ. യേശുവിന്റെ തിരുരക്തം നിറയട്ടെ. യേശുവിന്റെ തിരുരക്തം. അമ്മയുടെ മധ്യസ്ഥ ഈശോ സുഖപ്പെടുത്താൻ പോകുന്നത് ശ്രദ്ധിക്കുക. അപസ്മാര രോഗികളെ, ഫിക്സിൻ്റെ അസുഖമുള്ളവരെ. ഇപ്പം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളിപ്പോൾ ഓർത്താൽ മതി. അമ്മ വീട്ടിൽ അവരെ സുഖപ്പെടുത്തും. കൃപാസനത്തിലെ അമ്മ സഞ്ചാരി മാതാവാണ്. എത്രയോ സാക്ഷ്യങ്ങൾ വേണം. അപ്പം നിങ്ങളോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിനെ അമ്മ സന്ദർശിക്കാം. ഫിക്സ് രോഗികളെ, അപസ്മാര രോഗികളെ, മനോരോഗികളെ, ഓട്ടിസം ഉള്ളവരെ, ഓട്ടിസം ഉള്ള മക്കള്, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള്, പ്രഷർ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മക്കള്, ഷുഗർ രോഗികള്, എല്ലാ രോഗികളുടെ മേലും, മാർഗരോഗികള്, മാറാരോഗങ്ങളുടെ മേലെല്ലാം കർത്താവിന് ശക്തി വരാൻ വേണ്ടി മാതാവ് മധ്യസ്ഥം പ്രാർത്ഥിച്ച സമയത്ത് ഹല്ലേലൂയ ഈശോ ഈശോ സ്പർശിക്കണം കർത്താവേ. ഈശോ മാർഗരോഗികള്, പ്രഷർ രോഗികള്, ഷുഗർ രോഗികള്, ഉറക്കമില്ലാത്തവര്, മാർഗരോഗികള്, യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്, മാരകരോഗങ്ങള്, യേശുവിന്റെ നാമത്തില്, തിരബാധികള് മാറിപ്പോട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ കർത്താവേ. രോഗങ്ങൾ സുഖപ്പെടുത്തുന്നവർ നന്ദി പറയുന്നു. മാരകമായ രോഗങ്ങള്, ജീവിതം വിഷമിപ്പിക്കുന്ന രോഗങ്ങള്, മരുന്ന് കഴിച്ചിട്ട് മാറാത്ത രോഗങ്ങള് സൗഖ്യപ്പെട്ട് നന്ദി പറയുന്നു. കരങ്ങളുയർത്തി സൗഖ്യമാക്കും എങ്ങും അവനുണ്ട്. റാഫാ യഹോവ എന്നെ സൗഖ്യമാക്കും. ഷമ്മാ യഹോവ എങ്ങും അവനുണ്ട്. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എൻ ആനന്ദം. ഈ ദൈവം എൻ്റെ ദൈവം, എൻ പിതാവല്ലോ എൻ ആനന്ദം. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമൊന്നുമില്ല. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ എൻ പിതാവല്ലോ എൻ ആനന്ദം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ചവൻ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങളുണ്ട്. കൂടാതെ ഉടമ്പടി ചെയ്യാത്ത അനേകം മക്കൾ ഇപ്പോൾ മാതാവിൻ്റെ സന്നിധാനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എല്ലാവരെയും ഉദ്ദേശിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവരുണ്ട്. ഇപ്പോഴെന്തോ ഒരു ഇങ്ങനെ ഈ രക്തം കരക്കണ പോലെ കാണുന്നു, രക്തം കരക്കണ പോലെ കാണുകയും ഈ കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന മട്ട പോലെ എന്തോ സംഭവങ്ങൾ കാണുന്നു. ബട്ട് മേ ബി ഇതൊക്കെ നമ്മൾ ശ്രുതികട ഹല്ലേലൂയ. രക്തസ്രാവങ്ങളെ, രക്തത്തോട് ബന്ധപ്പെട്ട എല്ലാ ദുരിതങ്ങളും തടസ്സങ്ങളും മാതാവിന്റെ മധ്യ ഈശോ നാമത്തിൽ സൗഖ്യപ്പെടുന്നു. ഹല്ലേലൂയ. 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 കർത്താവേ, രക്തസ്രാവക്കാരെ സൗഖ്യമാക്കി കർത്താവേ. ഹല്ലേലൂയ. 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 പെരുമഴ പോൽ പെയ്യുന്നു,
അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. കരങ്ങൾ ഉയർത്തി പെരുമഴവോ പെയ്യുന്നു. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈതാന്നിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. മക്കളെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിവാഹ തടസ്സങ്ങൾ, പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും വിവാഹ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി, മക്കളില്ലാത്തവർക്ക് മക്കളെ ലഭിക്കാൻ, ജോലി തടസ്സങ്ങൾ മാറാൻ, കടകൾ സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കപ്പെടാൻ, കടകമ്പോളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുണ്ടാകുന്ന കസ്റ്റമേഴ്സിൻ്റെ ചുരുക്കം, വരുമാനക്കുറവ്, തകർച്ചയെ നേരിടുന്ന വരുമാന മാർഗങ്ങൾ, അതിൻ്റെ വിടുതൽ, മക്കളുടെ പഠനങ്ങൾ, പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊമോഷൻ, ജോലി, ജേണി, ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന സങ്കട സാഹചര്യങ്ങൾ മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കും. ജോലിയുമായി ബന്ധപ്പെട്ട് വരുന്ന യാത്രകൾ, ഇൻ്റർവ്യൂ, ടെസ്റ്റ്, നൈപുണ്യ പരീക്ഷകൾ, റിവാലുവേഷൻ, വിസ പ്രോസസ്സിങ്, എമിഗ്രേഷൻ, PR, MOH, ഹാദ്, IELTS, PSN ടെസ്റ്റ്, എല്ലാ നൈപുണ്യ പരീക്ഷകൾ, എല്ലാ യോഗ്യതാ പരീക്ഷകൾ, അതെഴുതാൻ പോകുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ഇൻ്റർവ്യൂ ടെസ്റ്റ്, റാങ്ക് ലിസ്റ്റിലെ അപ്പോയിൻമെൻറ്റ് മെമ്മോ എല്ലാം പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്തുതിയുടെ ഹല്ലേലൂയ, അതിശക്തമായ സ്തുതിയുടെ ഹല്ലേലൂയ. വീട് പണിയുന്നവര്, ഭവനരഹിതര്, വീടില്ലാത്തവര്, വാടക ഒറ്റി പാട്ട, വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വേദന അനുഭവിക്കുന്നവരുടെ വിടുതല്, സ്തുതിയുടെ ഹല്ലേലൂയ. വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളിൽ വേദന അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാൽ എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങള് യേശുനാമത്തില് മാറിപ്പോടും. ദൈവമേ, ജീവിത ദുരിതങ്ങളുടെ മേൽ അനുഗ്രഹം വർഷിക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ വാഴ്ത്തിപ്പാടുന്നു, ആരാധിക്കുന്നു. എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ നീങ്ങിപ്പോ, എന്റെ ഭാരങ്ങൾ മാറിപ്പോ, എന്റെ ശാപങ്ങൾ സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ, ഞാൻ പാടിടും, യേശുവിൻ നാമത്തിൽ. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് സജിനി. ഞാൻ തിരുവനന്തപുരം വർക്കല എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2024 ഏപ്രിൽ 12-ാം തീയതിയാണ്. ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്ന 4 നിയോഗങ്ങളാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതോടെ സാക്ഷ്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യമായി സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകിപ്പോയി. കാര്യമെന്ന് വെച്ചാൽ പലപ്പോഴും വരുന്ന സമയത്ത് സാക്ഷ്യം പറയാനുള്ള എങ്ങനെ പറയണമെന്ന് അറിയാൻ പറ്റാത്തതുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം 2 മോളെയും മൂത്താളെയും ഇളയാളെയും കൊണ്ടുവരാത്തതുകൊണ്ട് പറയാൻ പറ്റിയില്ല, തിരിച്ചു പോയി. ആദ്യമായിട്ട് ഞാൻ എൻ്റെ സാക്ഷ്യങ്ങൾ പറയുകയാണ്. എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ചെങ്കണ്ണ് ബാധിക്കുകയും അതേ തുടർന്ന് എനിക്കത് കൂടുതലായി വരികയും കണ്ണ് തുറക്കാൻ പറ്റാത്ത അതിശക്തമായ വേദനയും തുടർന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയും 2 കണ്ണിലും കൃഷ്ണമണിക്കകത്ത് ഇൻഫെക്ഷൻ ആവുകയും വെളിച്ചം എന്ന് പറഞ്ഞാൽ വെയിലിൻ്റെ ആയാലും വിളക്കിൻ്റെ ആയാലും വെട്ടം ഒന്നും എനിക്ക് കണ്ണിലോട്ട് തട്ടാൻ പറ്റില്ല. നല്ല രീതിക്ക് കണ്ണിൽ നിന്ന് 2 ശക്തമായ വെള്ളം വരാൻ തുടങ്ങി.
അത് ഓരോ പ്രാവശ്യവും ഡോക്ടർ വിസിറ്റ് കൂടിക്കൊണ്ടിരുന്ന് 2 മാസം 3 മാസം അങ്ങനെ ചെക്കപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രാവശ്യം പോകുമ്പം കുറയുമെന്ന് പറയുന്നതല്ലാതെ കുറവൊന്നും കൂടുതലില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ നാത്തൂൻ പറയുകയും ഉടമ്പടി നിൽക്കുകയല്ലേ, വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ നീ ഉപയോഗിച്ച് തുടങ്ങുക, മാറ്റം എന്തായാലും ഉണ്ടാവുമെന്ന് പറഞ്ഞ് അതേ വിശ്വസിച്ച് ഞാൻ ചെയ്യുകയും എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഇൻഫെക്ഷൻ ആയതുകൊണ്ട് തുടർന്ന് കണ്ണിൻ്റെ പോളയിൽ ഞാൻ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി തേക്കുകയും ഉപ്പ് കഴിക്കുകയും ചെയ്ത് പിന്നീടുള്ള 2-3 മാസത്തെ ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി 6 മാസം ശേഷം വന്നാൽ മതി ചെക്കപ്പിന് എന്ന് പറഞ്ഞു. എന്നിട്ടും വേദനയ്ക്കൊന്നും ശമനമില്ലാത്തത് തുടർന്ന് ഞാൻ അമ്മയോട് തന്നെ ഞാൻ ആവശ്യപ്പെട്ട്, അമ്മേ ഇനി മെഡിസിൻ ഒന്നും എടുക്കുന്നില്ല, ഗുളികയും കഴിക്കുന്നില്ല, 3 സൈസിലുള്ള തുള്ളിമരുന്നാണ് കണ്ണിൽ ഒഴിക്കുന്നത്, ഇനി ഞാൻ ഒഴിക്കില്ല, അമ്മയുടെ തൈലവും ഉടമ്പടി വസ്തുക്കളും മാത്രമേ ഞാൻ ഉപയോഗിക്കുകയുള്ളൂ, എനിക്ക് കുറവുണ്ടായിരിക്കണം, ഞാൻ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. 2025 മെയ് മാസത്തിൽ ഞാൻ ചെക്കപ്പിന് പോവുകയും ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞ് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നോട് ചോദിച്ചു. അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. രണ്ടാമത് എൻ്റെ മോള് SLCയിൽ പരീക്ഷയിൽ എക്സാം എഴുതിയ സമയത്ത് മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ടഫായിരുന്നു നമുക്ക് പരീക്ഷയിൽ. മാർക്ക് ഫുൾ A+ മേടിക്കുമെന്ന് പറഞ്ഞിരുന്ന ആൾ തന്നെ പറഞ്ഞു, അമ്മേ എനിക്ക് മാക്സിമം പോയ ഒരു 5 A+, അതിൽ കൂടുതൽ കിട്ടാൻ യാതൊരു ചാൻസുമില്ല, എനിക്ക് ഹിന്ദിയും ഫിസിക്സും ടഫാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നമ്മൾ ഉടമ്പടി നിൽക്കുകയാണ്, അമ്മയോട് ആവശ്യപ്പെടുന്നു, നിനക്ക് എത്ര A+ ആണ് വേണ്ടതെന്ന് നീ പറ, അമ്മ തരും എന്ന് പറഞ്ഞു. എന്നാലും മോൾക്ക് ചെറിയ വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥനയിലേക്ക് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും അവൾക്ക് മടിയായിരുന്നു. അവൾ കൊച്ചുകുട്ടിയായതുകൊണ്ട് അവൾക്കുള്ള അറിവുകൾ കൂടുതലുണ്ടായിരിക്കാം അത്. പക്ഷേ അവളും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പേനയിൽ അമ്മയുടെ വിശുദ്ധ ഉപ്പ് ഇട്ട് കൊടുക്കുകയും അതേ തുടർന്ന് ഹാൾ ടിക്കറ്റുമായി അച്ഛനെ കാണുകയും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടുകയും ചെയ്തിരുന്നു. പരീക്ഷയ്ക്ക് പോവുകയും ഓരോ പ്രാവശ്യം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും കാശുരൂപവും വിശ്വാസപ്രമാണവും ചൊല്ലി അവൾ പരീക്ഷ എഴുതി. റിസൾട്ട് വരുന്ന തലേന്നും മോൾ ശക്തമായ കരച്ചിലായിരുന്നു, അമ്മ എനിക്ക് ഫുൾ A+ കിട്ടില്ല, എനിക്കൊരു 5 A+ കിട്ടൂ എന്ന് പറഞ്ഞു. മോളെ, ഞാൻ ഈ 5 A+ നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു A+ കൂടെ കിട്ടിയാലും ഞാൻ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. പക്ഷേ ഉടമ്പടി പുതുക്കിയിട്ട് പോകുന്നതിന് 2-3 ദിവസം മുമ്പാണ് റിസൾട്ട് വരുന്നത്. അന്നത്തെ പത്രവും കൊണ്ട് ഞാൻ റിസൾട്ടിൻ്റെ ആദ്യ ദിവസം തന്നെ ഞാൻ ഇറങ്ങി. ഞാൻ അമ്മയോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അമ്മയെ ഈ പത്രം മുഴുവനും തീർക്കാതെ ഇന്ന് ഞാൻ റിസൾട്ട് ഓപ്പൺ ചെയ്യില്ല എന്ന് ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു. രാവിലെ വീട്ടിൽ നിന്ന് ഉപവാസം പോലെ തന്നെ ഇറങ്ങുകയും ചെയ്തു. അത് ചൊവ്വാഴ്ച ദിവസമായിരുന്നു. ഞാൻ റിസൾട്ട് 4 മണിക്ക് ശേഷമാണ് റിസൾട്ട് ഓപ്പണായി. കൂട്ടുകാരെല്ലാം വിളിക്കാൻ തുടങ്ങി, ആൻറ്റി റിസൾട്ട് വന്ന് നോക്കുന്നില്ലേന്ന്. ഞാൻ പറഞ്ഞു, ഇനി ലാസ്റ്റ് ഒരു പത്രവും കൂടെ ഉണ്ട്, അതും കൂടെ തീർന്നല്ലാതെ റിസൾട്ട് ഓപ്പൺ ചെയ്യില്ലെന്ന് ഞാൻ ശക്തമായി മനസ്സിൽ ഉറപ്പിച്ചു. പക്ഷേ റിസൾട്ട് ആ സമയത്ത് ലാസ്റ്റ് പത്രവും കൊടുത്ത ശേഷം ഞാൻ കമ്പ്യൂട്ടർ ചെന്നു. റിസൾട്ട് ഫോണിൽ അതിനുമുമ്പ് തന്നെ കൂട്ടുകാർ ഇട്ടിരുന്നു. റിസൾട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മയോട് എൻ്റെ മോള് ചോദിച്ചിരുന്നത് 7 A+ ആയിരുന്നു എന്നുള്ള കാര്യം മോൾ പിന്നീടാണ് എന്നോട് പറയുന്നതും. ഫുൾ A+ എന്ന് ഒരു 2 A+ൻ്റെ കുറവേ ഉള്ളായിരുന്നു. 8 A+ഉം 2 Aയുമാണ് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ മകൾക്ക് തന്നത്. അത് റിസൾട്ട് നോക്കുമ്പം തന്നെ എനിക്ക് അറിയില്ല ഇത് എൻ്റെ മോളുടെ റിസൾട്ടാണോ എന്ന്. ഞാൻ അമ്പരക്കുവാണ്. അവിടെ പേരും ID നമ്പറും എല്ലാം നോക്കിയാണ് മോള് തന്നെയാണോ. എനിക്കത് വലിയൊരു അനുഗ്രഹമായി തീർന്നു. രണ്ടാമത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അവൾക്ക് അവൾ ജനിച്ച സമയത്ത് വെയിറ്റ് കുറവായിരുന്നു. അവൾക്ക് 820 ഉള്ളായിരുന്നു. അറ്റ് ബർത്തിൽ പ്രീ ടൈം ബേബി ആയിരുന്നു. ഒരു 1.5 വയസ്സായ ശേഷവും എൻ്റെ മോക്കൊരു 6, 200, 300 ആ റേഞ്ചിലേ ഉള്ളൂ. ആഹാരം കഴിക്കാൻ പാടാണ്. ഞാൻ അമ്മയുടെ വിശുദ്ധ ഉപ്പും തൈലവും ഒക്കെ എന്നും കൊടുക്കുമായിരുന്നു, തേനും കൊടുക്കുമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് കുഞ്ഞ് തലയിടിച്ച് വീണയുണ്ടായി. അതേ തുടർന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഞാൻ ഉടമ്പടി എന്നും എൻ്റെ മോക്ക് അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, വെയിറ്റ് ഉണ്ടാകാൻ വേണ്ടി. എന്നാലും ആഹാരം കഴിക്കാത്തതിനെ തുടർന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുഞ്ഞിന് എന്തെങ്കിലും അസുഖമുണ്ടോ, ഡോക്ടറിനെ കാണുകയും ചെയ്തപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് പറയുകയും ചെയ്ത് വെയിറ്റ് കൂടിയില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിന് വേറെ ടെസ്റ്റുകളൊക്കെ ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷേ കുഞ്ഞിനെ കൊണ്ടുപോവുകയും വെയിറ്റ് നോക്കുകയും 7,300 എന്നുള്ള വെയിറ്റ് 2.5 വയസ്സിലാണ് 7,300 എന്നുള്ള വെയിറ്റ് കാണുന്നത്. 1.5 വയസ്സ് ആ സമയങ്ങളിലും 6,300, 6,400 ആ റേഞ്ചിലായിരുന്നു. അങ്ങനെ അതിലും ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് അതെനിക്ക് സാധിച്ചു കിട്ടി. ഓരോ കാര്യങ്ങളും. പിന്നെ എനിക്ക് ജോലി, ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ മോള് 1.5 വയസ്സിന് ശേഷം പിന്നെ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെയായിരുന്നു. ജോലിക്ക് പോകാൻ എനിക്ക് വലിയ ഹോസ്പിറ്റലൊന്നും അല്ല, ചെറിയ ക്ലിനിക്കൽ ബേസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പം GG ഹോസ്പിറ്റൽ മുറിഞ്ഞപാലം എന്നുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ അമ്മയോട് പറഞ്ഞതുപോലെ എനിക്ക് ഒരു ജോലി കിട്ടി. അവിടെ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. അതുപോലെ തന്നെ കാശുരൂപവും ഉപ്പും എല്ലാം ഞാൻ കൊണ്ടുപോയി. ഞാൻ വെച്ച സാലറി തന്നെ എനിക്ക് കിട്ടി. ഞാൻ അമ്മയോട് പറഞ്ഞ് ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ടാണ് ഇന്നും അവിടെ ജോലി ചെയ്ത് വരുന്നത്. ഞാൻ അമ്മയോട് നിയോഗം വെച്ച അതേ സാലറി തന്നെ എനിക്ക് ജോലിയിൽ കിട്ടി. അവിടെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഇപ്പോഴും ഞാൻ അമ്മയോടെ വിശ്വാസപ്രമാണം ചൊല്ലിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
പിന്നീട് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത വേല എന്ന് പറയുന്നത് എല്ലാ മാസവും ഈ കഴിഞ്ഞ ഉടമ്പടി പുതുക്കൽ വരെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ മാസങ്ങളും വന്ന് പത്രം മേടിക്കാൻ പറ്റില്ല. അപ്പോൾ 2 മാസം വരുമ്പം ആ പത്രം കൂടെ ചേർത്താണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ ഡ്യൂട്ടിയിൽ സമയത്ത് അവിടെ എനിക്ക് അറിയാവുന്നവർക്ക് എല്ലാവർക്കും ഞാൻ കൊടുക്കും. പിന്നെ ഞങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, കൃപാസന മാതാവ് എന്നൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അതിൽ ഞങ്ങൾ 19 പേരുണ്ട്. അവരെല്ലാവരും കൂടി മാസങ്ങളിൽ ഉള്ള സാലറി കിട്ടുന്ന പൈസയിൽ എല്ലാവരെയും വെക്കുന്നത് പോലെ പൈസ പിരിച്ചിട്ട് ഞങ്ങൾ ഒരു വയ്യാതെ കിടക്കുന്ന ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ ആ പൈസ കൊണ്ടുവന്ന് കൊടുക്കും. അത് ടീമായിട്ട് ഒരു ഗ്രൂപ്പായിട്ടാണ് ഞങ്ങളുള്ളത്. അത് എല്ലാവരും കൂടെ തന്നെ എത്ര പേര് കിട്ടുന്നോ അത്രയും പേരും തന്നെ പോയി അവരെ കണ്ട് അവരുടെ കൈകളിൽ അർഹതപ്പെട്ടവർക്ക് മാത്രം അങ്ങനെ കൊടുക്കും. പിന്നെ ഫുഡ് വയ്ക്കുന്നത് അടുത്തുള്ള ഹോസ്പിറ്റലുകളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊരു ദിവസം എല്ലാവരും പ്ലാൻ ചെയ്ത് വീട്ടിൽ തന്നെ നമ്മൾ തന്നെ എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് ഫുഡ് ഉണ്ടാക്കി പൊതിയായിട്ട് അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് എത്തിക്കേണ്ട രീതി അങ്ങനെ കൊടുക്കും. പിന്നെ രോഗിയിൽ ആരെങ്കിലും അറിഞ്ഞ് വാർഡല്ലെങ്കിലും എന്തെങ്കിലും അയ്യാതെ കിടപ്പുണ്ടെന്നുള്ളത് ആരോടെയും ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങൾ എത്ര ദൂരമാണെന്ന് ഞങ്ങൾ ഗ്രൂപ്പിലുള്ള അത്രയും പേരിൽ മാക്സിമം വരാൻ പറ്റുന്നവരെ കൂട്ടി തന്നെ ഞങ്ങൾ പോയി അവർക്ക് കൊടുക്കും, കാര്യങ്ങളെല്ലാം പറയും. പിന്നെ പത്രം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആവശ്യകത ഇല്ലാത്ത ആർക്കും ഞാൻ പത്രം കൊടുക്കാറില്ല. ട്രെയിനിലൊക്കെ പോകുമ്പം ഓരോരുത്തർക്കും പത്രം കൊടുക്കുമ്പോൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ വിഷമത്തോടെ പലതും ഓരോന്നെല്ലാം പറയും. നിങ്ങൾക്ക് വേറെ ജോലിയിൽ മതപ്രചാരണമാണോ, നിങ്ങൾ കൊച്ചു പിള്ളേരല്ലേ, നിങ്ങൾ എന്താണ് ഇങ്ങനെ നടക്കുന്നതൊക്കെ ചോദിക്കും. പക്ഷെ ഞങ്ങളത് കാര്യമാക്കില്ല. അവരോട് പറയും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി, ആരും മതം മാറ്റാനുള്ളതൊന്നും അല്ല ഞങ്ങൾ ചെയ്യുന്നത്. വിശ്വാസം ചെയ്താൽ നമുക്ക് എല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും, നമ്മൾ വിശ്വാസത്തിൽ നിൽക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞ് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കാണാറുണ്ട്. അത് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. ഉടമ്പടി ചൊവ്വാഴ്ചയുള്ള ധ്യാനങ്ങളെല്ലാം കൂടും. അത് സമയം കിട്ടുന്ന ഫുള്ളും കണ്ടു തീർക്കാൻ മാക്സിമം ശ്രമിക്കും, എല്ലാവർക്കും ഇട്ടുകൊടുക്കും. ഇത്രയാണ് ഞാൻ ചെയ്യുന്നത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. ആദ്യമായി തന്നെ അൽത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചതിനായി അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ബ്ലസ്സി. ഞാൻ മാവേലിക്കരയിൽ നിന്നും വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 മെയ് 31 ഞാൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അത് ഉഴപ്പിപ്പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഓപ്പറേഷൻ വരുന്നത്. ഓപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് പേടിച്ചു പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ നേർന്നായിരുന്നു, എനിക്ക് ഈ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് നടത്തി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന്. എപ്പോഴും എനിക്ക് ഓപ്പറേഷൻ, എനിക്കാണെങ്കിൽ ഒരു മുട്ടുസൂചി കുത്താൻ പോലും നല്ല പേടിയുള്ള ആളാണ്. അപ്പോൾ പിന്നെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ എന്തോരം പേടിച്ചു കാണും. പക്ഷെ എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവമേ എനിക്ക് വേദനകളൊന്നും തരല്ലേ എന്നായിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് വേദനകൾ സഹിക്കുവാനുള്ള സഹനശക്തി നൽകണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എനിക്ക് എൻ്റെ ഓപ്പറേഷനെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴായിരുന്നു വേറൊരു പ്രശ്നം. എനിക്ക് വന്നത് എൻഡോമെട്രിക് സിസ്റ്റ് ആയിരുന്നു. എൻഡോമെട്രിക് സിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വരുന്ന ടൈപ്പാണ്. ആ സിസ്റ്റ് വരാനുള്ള കാരണം പീരീഡ്സ് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് എനിക്ക് പീരീഡ്സ് വരാൻ പാടില്ലെന്ന് പറഞ്ഞു. അതായത് പീരീഡ്സ് വരുമ്പം മുഴുവൻ ബ്ലഡും പോകാതെ കുറച്ച് ബ്ലഡ് അവിടെ തന്നെ പറ്റി പിടിച്ചിരിക്കും. ആ ഇരിക്കുന്ന ബ്ലഡ് ഓരോ മാസം അങ്ങനെ വന്ന് അങ്ങനെ പറ്റി പിടിച്ചിരുന്ന് അതൊരു കട്ട പോലായി അതൊരു സിസ്റ്റായിട്ട് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇനിയും എനിക്ക് ഇത് സിസ്റ്റ് വന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ എനിക്കിപ്പോൾ 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഓരോരുത്തർക്കും പീരീഡ്സ് നിൽക്കണമെങ്കിൽ തന്നെ അറിയാം, കുറേ 45-50 വയസ്സ് കഴിഞ്ഞവർക്ക് നിൽക്കാത്തവരുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് അത്രയും കാലവും ഇങ്ങനെ സിസ്റ്റ് വന്നുകൊണ്ടിരുന്നാൽ എനിക്ക് പിന്നെയും ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതും എനിക്ക് ബ്ലഡിൽ HbSAg എന്ന് പറയുന്ന ഒരു വൈറസ് ഉണ്ട്. അതെനിക്ക് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിൽ എന്ത് ഓപ്പറേഷൻ ചെയ്താലും എനിക്ക് ഓപ്പൺ സർജറി മാത്രമേ പറ്റത്തുള്ളൂ, കീ ഹോൾ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പീരീഡ്സ് ചെയ്യുന്നത് യൂട്രസ് ഉള്ളതുകൊണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മോള് പഠിത്തമെല്ലാം തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുക, എത്രയും പെട്ടെന്ന്, അതായത് 1.5-2 വർഷം അതിനപ്പുറം പോവരുത്, അതിനുള്ളിൽ തന്നെ കല്യാണം കഴിയണം, ഒരു ബേബി ആവണം, എന്നിട്ട് യൂട്രസും റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചേറെ കാലം, ഒരു 6 മാസക്കാലത്തോളം ഞാൻ പീരീഡ്സ് നിർത്താനുള്ള ടാബ്ലറ്റ് ഒക്കെ കഴിച്ചിരുന്നു. ആ ടാബ്ലറ്റ് എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആയിരുന്നു. ആ ടാബ്ലറ്റും അതും 1 മാസം ഇഞ്ചക്ഷൻ, പിന്നെ 5 മാസം ടാബ്ലറ്റ്, പിന്നെ 1 മാസം പീരീഡ് വരുന്നു, വീണ്ടും അതേപോലെ ഇഞ്ചക്ഷൻ, 5 മാസം ടാബ്ലറ്റ്, അങ്ങനെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ 6 മാസം അങ്ങനെ പോയി. പിന്നെ 1 മാസം പീരീഡ്സ് വരുത്തി, പിന്നെ അടുത്ത വീണ്ടും സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വീണ്ടും ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. പക്ഷേ അതിൻ്റെ തലേ ദിവസം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒത്തിരിയും വിഷമിച്ച് കരഞ്ഞ് ഞാൻ ഇവിടെ മാതാവിൻ്റെ ഈ രൂപത്തെ നോക്കി നിന്ന് ഞാൻ ഇവിടെ നിന്ന് കൊന്ത ചൊല്ലിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ സ്കാനിങ്ങിന് പോകുമ്പോൾ
സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുപോലെ പീരീഡ്സ് വന്നോട്ടേ എന്ന് ഡോക്ടർ പറയണം. എനിക്ക് പിന്നെ അതുപോലെ മരുന്ന് നിർത്തിക്കൊള്ളാനും പറയണം. ഇനി എനിക്ക് ഒരിക്കലും മരുന്ന് കഴിക്കേണ്ടി വരരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കറക്റ്റ് ഞാൻ എന്താണ് 3 കാര്യം ഞാൻ പറഞ്ഞു. പിറ്റേന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം അതേ കാര്യം തന്നെ ഡോക്ടർ എൻ്റെ അടുത്ത്, ഞാൻ സ്കാനിങ്ങിന് പോയപ്പോഴെല്ലാം ഞാൻ കാശ് രൂപം വെച്ചുകൊണ്ടായിരുന്നു. മാതാവിൻ്റെ കാശ് രൂപം ഞാൻ മുറുകെ കയ്യിൽ പിടിച്ച് പ്രാർത്ഥിച്ചായിരുന്നു ഓരോ വട്ടം. അതും സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ആദ്യം ആ സ്കാൻ ചെയ്യുന്ന ആ വ്യക്തി ഉണ്ടല്ലോ, ആ ഡോക്ടർ, അദ്ദേഹം ആണെങ്കിൽ ആദ്യം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഈ സ്മോൾ സിസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന്, മാതാവേ ഞാൻ പ്രാർത്ഥിച്ചതാണ് ഇന്നലെ, എന്നിട്ട് എനിക്ക് ഇനിയും തരല്ലേ എന്ന് അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹം വീണ്ടും നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല അത് സിസ്റ്റ് അല്ല, അത് വേറെ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എന്നാലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല, സിസ്റ്റ് ഇല്ല, പീരീഡ്സ് അതുകൊണ്ട് വന്നോട്ടെ, മരുന്ന് നിർത്തും. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ 3 കാര്യം പറഞ്ഞു, ആ കറക്റ്റ് 3 കാര്യം തന്നെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നടത്തി തന്നു. എനിക്കിപ്പം പീരീഡ്സ് എല്ലാ മാസവും വരുന്നുണ്ട്, എനിക്കിപ്പോൾ സിസ്റ്റ് ഇല്ല, ഞാൻ അതുപോലെ മരുന്നും എൻ്റെ സ്റ്റോപ്പ് ചെയ്ത്, എനിക്കിനി മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ മാതാവിൻ്റെ അടുത്തും തിരുക്കുമാരൻ്റെ അടുത്തും കൊടാനുകൂടി നന്ദി പറയുന്നുണ്ട്. ഉടമ്പടി തൈലവും ഞാൻ അതേപോലെ എൻ്റെ വയറ്റത്തും എല്ലാം ഞാനിത് കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് BCom ഡിഗ്രി, അത് ഫസ്റ്റ് സെമ്മിൽ എനിക്കൊരു സപ്ലി ഉണ്ടായിരുന്നു, എക്കണോമിക്സ്. അതും ഞാൻ ഇവിടെ വന്ന് നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ അമ്മ മാതാവ് അതും എന്നെ പാസ്സാക്കി തന്നു. പിന്നെ എൻ്റെ അമ്മച്ചിക്ക് കൂടെ വയ്യാതാവുന്നുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്കെല്ലാം പ്രഷർ ഷുഗറൊക്കെ ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ ഈ ഉടമ്പടി തൈലം ഞാൻ അമ്മച്ചിയുടെ നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇനി അങ്ങനെ വയ്യാതൊന്നും വരല്ലേ കർത്താവെ മാതാവെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഇപ്പം അമ്മച്ചി കുറേ നാളായിട്ട് ഒരു കുഴപ്പമില്ല, നല്ല എനർജറ്റിക് ആയിട്ട് ഓടിച്ചാടി നടക്കുന്നുണ്ട് അമ്മച്ചി. പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് ഒരുപാട് ആത്മീയതയ്ക്ക് വരാനും സാധിച്ചു. ഞാൻ കൊന്തയെത്തിക്കാൻ നല്ല മടിയുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് എൻ്റെ മമ്മ കാത്തലിക്കാണ്, മമ്മ കൊന്ത എത്തിക്കും. ഇപ്പം എൻ്റെ മമ്മ മരിച്ചുപോയി. മമ്മ ഉള്ള സമയത്തൊക്കെ എന്നോട് പറയുമായിരുന്നു, മോനെ കൊന്ത എത്തിക്കണം. അപ്പം ഞാൻ ഒരു ഓർത്തഡോക്സുകാരി ആയതുകൊണ്ട് ഓർത്തഡോക്സുകാർക്ക് കൊന്തയില്ല. അപ്പം ഞാൻ എനിക്ക് എത്തിക്കാനുള്ള മടി കൊണ്ടാണ്. അപ്പം അതിന് ഞാൻ ആ ഒരു റീസൺ എന്തോ ചെയ്തു, ഞാനങ്ങ് കണ്ടെത്തുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനാണെങ്കിൽ മുടങ്ങാതെ എല്ലാ ദിവസവും ഇപ്പം ഞാൻ കൊന്ത എത്തിക്കും. അതേപോലെ ഇവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെല്ലാം ഞാൻ പാലിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ബൈബിളെല്ലാം ഡെയിലി അരമണിക്കൂർ വായിക്കുന്നുണ്ട്. അതുപോലെ എനിക്ക് പത്രം, ആദ്യമായിട്ട് ഇവിടുന്ന് പത്രം കിട്ടുമ്പോൾ ഭയങ്കര ഒരു പേടിയായിരുന്നു മനസ്സിൽ. കാരണം ചിലവർ നമ്മൾ കൊടുക്കുമ്പോൾ സന്തോഷത്തോടെ അങ്ങ് വാങ്ങിക്കും, ചിലവർ നമ്മൾ എന്നെയും വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് കൊടുക്കുമ്പം. അങ്ങനെ ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നു, ദൈവമേ അവർ കൊടുക്കുമ്പോൾ എന്തോ വിചാരിക്കും. പക്ഷേ ഇപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുക്കും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്ന പത്രം കൊടുക്കുന്നതാണ്. ഇപ്പം ഞാൻ വരുമ്പം എത്ര കെട്ട പത്രം വാങ്ങിക്കുന്നതെന്നുള്ളതിന് എനിക്ക് തന്നെ കണക്കില്ല. കാരണം അന്ന് അത്രയും മടിയായിരുന്നു. എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കുക. ഇപ്പം ഞാൻ വയ്ക്കും, വാങ്ങിക്കുന്നവർ വാങ്ങിക്കട്ടെ, ഇല്ലാത്തവർ വേണ്ട എന്നാലും അങ്ങനെ. പക്ഷെ എന്നാലും ഞാൻ കൊടുക്കുന്ന 3/4 പേരും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, ചിലവരെങ്ങാണേ ഉള്ളൂ വാങ്ങിക്കാത്തതായിട്ടുള്ളത്. എന്നാലും എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പത്രം കൊടുക്കാൻ. ഇപ്പം ഇവിടെ നിൽക്കുന്ന പോലെ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും നേരം പേടിച്ചാണ്. കാരണം ഞാനിങ്ങനെ ഇത്രയും ആൾക്കാരുടെ മുന്നിലൊന്നും വന്നിങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം തന്നെ വിറച്ചുറച്ച് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴും യേശു മാതാവും ആയിരിക്കണം എന്നിലൂടെ പറയുന്നത്. കാരണം എനിക്ക് പറയാനുള്ള ധൈര്യം കിട്ടണം, ഒന്നും മറന്നു പോകാതെല്ലാം എനിക്ക് ഓർമ്മിപ്പിച്ച് തരണം എന്നെല്ലാം പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികൾ എനിക്ക് അത്രയും ഇതായിട്ടില്ല. കാരണം എനിക്ക് ചെയ്യാൻ ആഗ്രഹം നല്ലപോലെ ഉണ്ട്. പക്ഷേ എനിക്കിപ്പോൾ സാമ്പത്തികമായിട്ടാണേലും ഞാൻ പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്, ജോലി ആയിട്ടില്ല. പിന്നെ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയും അത്ര ഇതല്ല. എന്നാലും എനിക്ക് അല്ലാതെയും പറ്റുന്ന രീതിക്ക് എന്നാലും വീട്ടിൽ വരുന്നവരെയൊക്കെ എന്നാലാവുന്ന ചെറിയ തുക വെച്ച് കൊടുത്ത് സഹായിക്കാറുണ്ട്. പിന്നെ വിശന്നിരിക്കുന്നവർക്കൊക്കെ വഴിയരികിലിരിക്കുന്നവർക്കൊക്കെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ എന്നെക്കൊണ്ട് പറ്റുന്ന സാമ്പത്തികം അല്ലാത്ത രീതിക്കുള്ള സഹായങ്ങളൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് ഇനിയും ഈ ഉടമ്പടിയിൽ തുടരണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഇവിടെ സ്വഭാവത്തിൽ ദേഷ്യം കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് നേരത്തെ ദേഷ്യം വന്ന സാധനങ്ങൾ വലിച്ചെറിയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്തെങ്കിലും കയ്യിൽ എന്ത് കിട്ടുമോ അതിനടുത്ത് ഒറ്റ ഏറ് കൊടുക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ദേഷ്യം അത്യാവശ്യം നല്ലപോലെ കൺട്രോൾ ആയിട്ടുണ്ട്. എല്ലാത്തിനും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി. പിന്നെ ഈ സാക്ഷ്യം ഇത്രയും ലേറ്റ് ആയതിന് മാതാവിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു.